സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. കഥയുടെ പേര് ചേട്ടായി, നിങ്ങളിങ്ങനെ അരിശം കയറിക്കണേന് ഒരു ദിവസം എത്ര കിട്ടും? എന്താടാ ഇവിടെ നിക്കണേ? നിനക്കെന്നെ മനസ്സിലായടേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ആകസ്മികമായ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയുന്നത്. എടാ, ഞാൻ ജാനകിയും കൊണ്ട് വന്നതാ. ആശാന്റെ കസ്റ്റഡി തന്നെയുള്ള പെണ്ണല്ലേ? ആണോ? നല്ല ബെസ്റ്റ് പെണ്ണാന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അവള് മേയുവാ അല്ലേ? കണ്ടോ, തൃപ്തിയായല്ലോ. ഇപ്പൊ തൃപ്തിയായി. ആ, നിനക്ക് ജാനകിയെങ്കിലും ഉണ്ട്. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ തന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ലടാ. ജോലി എന്തെങ്കിലും നോക്കാത്ത എന്താ? നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങി തരട്ടെ. ഞാൻ ഡാഡിനോട് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ജോലി വാങ്ങി തരട്ടെ. നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് ഓട് പൊട്ടി ചോരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയായിരുന്നോ? മഞ്ഞ പർവ്വതാനിയിലൂടെ മന്ദം മന്ദം നടന്നു വരുന്ന അവളുടെ നനുത്ത പാദങ്ങൾ. അനിലേ, സുഖമാണോ? സുഖാണെന്ന് ചോദിക്കുക. സുഖം വേണോന്ന് ചോദിച്ചില്ലല്ലോ. കൊറേ ആയല്ലോ കണ്ടിട്ട്. ഇത്ര വലിയ കണ്ടുണ്ടല്ലോ, മറ്റേക്കാ പോലെ. എന്ത് സോറി. സുഖാണോ ആശേ? ആ, സുഖാണ്. അനിലേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഏതാഗ്രഹം ഗോവിന്ദേട്ടനോട് പറഞ്ഞോളൂ. ആദ്യൊരു മടിയുണ്ടാവും, പിന്നെ അത് ശീലമായിക്കുള്ളൂ. എന്താ ആശയം പറയ്. ആ വിഷ്ണു എന്റെ പുറകെ ഇഷ്ടമാണെന്നും പറഞ്ഞ് നടക്കുന്നു. നിനക്ക് ഇഷ്ടമാണെങ്കിൽ നീ അവനോട് പറയ്. എനിക്ക് നിന്നെയാണ് ഇഷ്ടം. കളഞ്ഞു കിട്ടിയ ലോട്ടറിക്ക് 1ാം സമ്മാനം അടിച്ച അവസ്ഥ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഞാൻ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അത്രക്കാരനല്ല, എന്നങ്ങനെ കാണരുത്. ഒരു സഹോദരനായിട്ട് കാണണം. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. എടീ, ഇത് ഉറപ്പായിട്ടും പ്രേമോടാ. അവക്ക് നിന്നെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി. കേട്ടിട്ടില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് നൈറ്റ്? നീ എന്തിനാ വിഷം കഴിക്കുന്നേ? അയ്യോ, അരുത് സഹോദരി, അരുത്. ഊശിയാക്കാതെ വാശിയോടാണ് പറയുന്നത്. ഞാനും വാശിയോടാ പറഞ്ഞത്. എന്തേലും ചെയ്യടാ, എന്തേലും ചെയ്. പിന്നെ ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. എന്തേലും ചെയ്യടാ, എന്തേലും ചെയ്. ചെയ്യില്ല. ചെയ്യാമോ? ചെയ്യണമോ? ചെയ്യാം. നീ എന്റെ പ്രണയം സ്വീകരിച്ചില്ലെങ്കിൽ ഈ വിഷം കഴിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യും. അദ്ദേഹം പ്രണയാർത്ഥിയായ ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അവിടെ എന്നാൽ ചെയ്യേ. നീ പറഞ്ഞതൊക്കെ വല്ല ഭ്രാന്തിന്റെ കഞ്ചാവിന്റെ പുറത്താണോ? ഒരിക്കലും എനിക്ക് നിന്നേക്കാൾ നല്ല ചെറുക്കനെ കിട്ടും. എന്താ നല്ല രസത്തിലേ വേണ്ട, വേണ്ടെന്നേ, വേണ്ട. നിനക്ക് അവൾ ഇഷ്ടമായിരുന്നില്ലേ? ഇല്ലേ, അത് അവളോട് തുറന്ന് പറയാമായിരുന്നല്ലോ. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എടാ, എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ അവൾക്ക് ചേരുന്ന പയ്യൻ ഞാനല്ലടാ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ളൊരു തൊട്ടിക്കൂട്ടുകാരൻ. അവൾക്ക് വേറെ നല്ല ചെറുക്കനെ കിട്ടും. എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടൂല. അവസാനം നീ കരയും മോനെ. എന്നിട്ടാ കല്യാണം നടന്ന പിന്നെ വേറൊരു തെണ്ടി വന്ന് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ അന്തസ്സായിട്ട് ജീവിക്കുന്നു. ആ, നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ ആശേ? ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. നല്ല ചെക്കനെയാ നിനക്ക് കിട്ടിയത്. സന്തോഷമായിട്ടിരിക്കെ. നിങ്ങൾക്കും പെണ്ണ് കിട്ടും കേട്ടോ. നിങ്ങള് രണ്ടുപേരും ഞാൻ മോണ്ണനാന്ന് വിചാരിക്കണം. ഇതൊക്കെ നീ ഇങ്ങനെ സഹിക്കുന്നു? അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? അവളില്ലാത്ത ഈ ജീവിതം എനിക്ക് വേണ്ട. ഞാൻ ഈ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യും. അങ്ങോട്ട് ചാവട്ടെ, എന്നാലേ ഇതൊക്കെ അവസാനിച്ചിട്ടുള്ളൂ. എന്നാ നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഞാൻ ഇപ്പൊ വരാം, ഒരു അർജന്റ് കാര്യമുണ്ട്. ഈശ്വരാ, എല്ലാം തൊലച്ചു.
എന്റെ പൊന്നോ ഒടുക്കത്ത അഭിനയം. തീർന്നോ വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. ഓ നീ ഇപ്പോഴും ഇവിടെ ഉണ്ടോ? ഓടി ഓട്ടത്തിന് നീ അതിർത്തി കടന്നു കാണുമെന്ന് ഞാൻ വിചാരിച്ചു. മുതലാളിയുടെ ആക്ഷൻ കണ്ടപ്പോ എന്നാ നീ ഇവിടെ നിൽക്കും, ഞാനിപ്പോ വരാം. വേഗം ഒരു സോഡ വാങ്ങിച്ചിട്ട് പോയി നമ്മൾ ധരിച്ചു പോലും. അതിനുവേണ്ടി ഓടിയെന്നാവും പറയുന്നത്. എങ്ങനെയുണ്ട്? ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. അപ്പോ നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം ടൈം. ബൈ. പട്ടുക്കോട്ട അങ്ങാട്